ഹലോ ഓൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി ഇതുപോലെ ഒരു ഫേസ് ടു ഫേസ് ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം ഇതിന് മുമ്പത്തെയൊക്കെ ട്രാവൽ വീഡിയോസിലാണെങ്കിലും കൂടുതൽ എൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ടോപ്പിക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അത് ഞാനിങ്ങനെ പറയുമ്പോൾ ഞാനും എന്നെ തന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക് ഉള്ള സ്ഥിതിക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന്. അപ്പം ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്, അല്ലേ? ടു ലവ് ആൻഡ് ബി ലവ്ഡ്. അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരും വിചാരിക്കാറ്. അപ്പം ഇതിനകത്ത് സ്നേഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കഴിഞ്ഞ് വേറെ ആരാ ഉള്ളത്, അല്ലേ? അപ്പോൾ സർവമായ എന്ന് പറഞ്ഞൊരു മൂവിയിൽ ജനാർദ്ദനൻ പറയുന്നുണ്ട്, എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കെന്നെ നല്ല ഇഷ്ടമാണെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റാർക്കും നമ്മളെ എത്ര ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മളെ ഇഷ്ടമാവണം. ഹാവ് യു എവർ ലവ്ഡ് യുവർ സെൽഫ്? അപ്പം അത് നമ്മളോട് തന്നെ എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം പല സമയത്തും നമ്മൾ അതിനെപ്പറ്റി ബോധേഡല്ല. ഐ മീൻ ചില സമയത്ത് ആലോചിക്കും, പക്ഷെ ചില സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ബോധേഡല്ല. കാരണം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള മില്ലേനിയൽസിന്റെ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരു നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വന്നവരാണ്. അതായത് വീട്ടിൽ ഭയങ്കര അച്ചടക്കം, വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് ഒരു ടെൻഷനില്ല. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യം പഠിച്ചോളും, ചെയ്യുന്ന കാര്യം ചെയ്തോളും. ഇനി പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു അലമ്പും ഉണ്ടാക്കിയിട്ടില്ല. സോ എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊരു നല്ല കുട്ടി. അപ്പൊ പല സമയത്തും നമ്മളിപ്പോൾ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തരികിട ഒപ്പിച്ചാൽ അത് നമ്മുടെ നല്ല കുട്ടി ഇമേജിനെ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രം, ആ ഒരു ഇമേജ് പൊളിഞ്ഞ് വീഴും എന്നുള്ള പേടി കൊണ്ട് മാത്രം പല സമയത്തും നമ്മൾ പലതിനും പോവാറില്ല. അപ്പോൾ ആ ഒരു നല്ല കുട്ടി ഇമേജിൽ വന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കണം, നമ്മുടെ ലൈഫിൽ വന്ന ഓരോരുത്തരെയും സ്നേഹിക്കണം, അവരുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുള്ള പർപ്പസ് ഫുൾഫിൽ ചെയ്യണം. അതൊക്കെ നല്ലതാണ്, അതൊക്കെ വേണം. പക്ഷെ അവിടെ നമ്മൾ മറന്നു പോകുന്ന കാര്യമുണ്ട്, നമ്മൾ നമ്മളായിട്ടിരിക്കാൻ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ. നമ്മളെ സ്നേഹിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാർക്കും. കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മളെ വേറെ ആർക്കും അറിയില്ല. ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, നല്ലത് പൊട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 3 വേർഷൻ ഉണ്ട്. ഇപ്പം 2 പേര് തമ്മിലുള്ള വഴക്കാണെന്ന് വിചാരിച്ചു. ഇപ്പം 2 പേര് തമ്മിലുള്ള വഴക്കാണെങ്കിൽ അതിന് 3 സത്യങ്ങളുണ്ടാവാം. ഒന്ന്, ഒരാളുടെ ഭാഗത്തു നിന്നുള്ള പെർസ്പെക്റ്റീവ്, അതാണ് ഒരു ട്രൂത്ത്. മറ്റത് മറ്റേ ആളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രൂത്ത്. ഇനി മൂന്നാമത്തെ ശരിക്കുള്ള സത്യം. ഈ ശരിക്കുള്ള സത്യം ഒരുപക്ഷെ ഈ 2 സത്യങ്ങളിൽ നിന്നും വ്യത്യാസമുള്ളതായിരിക്കും. കാരണം ആ ശരിക്കുള്ള സത്യത്തിൽ എന്നെ ഹേർട്ട് ചെയ്യുന്ന, ഈ 2 പേരിൽ ഒരാൾ ഞാനാണെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഹൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തിട്ട് നമ്മുടെ വേർഷനിൽ വരുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ്, നമ്മുടെ സെൽഫ് ലവ് ആണ്. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു ഫാക്ടർ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സമയത്തും നമ്മൾ ഇതിനെ പറ്റിയൊക്കെ മറന്നു പോകും. സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പുണ്ടെങ്കിലേ ഈ ലോകത്തോട് നമുക്ക് മതിപ്പുണ്ടാവുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ളവരോട് നമുക്ക് മതിപ്പുണ്ടാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പോയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെ പറ്റി പല സമയത്തും ആലോചിക്കാറ്. നമ്മളെ സ്നേഹിക്കാനായിട്ട് മറ്റാരും ഇല്ല എന്നൊക്കെ ആലോചിക്കുന്ന സമയം അതൊക്കെയാണ്. അപ്പോൾ നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഫിസിക്കൽ, നമുക്ക് പല പല രീതിയിലുള്ള സ്നേഹമുണ്ട്. ഇപ്പം ഫിസിക്കൽ, നമ്മുടെ തന്നെ ഒരു ഫിസിക്കിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ? ചിലർ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കുറച്ച് നല്ല സ്ലിം ആയിട്ട്, ഇപ്പം എനിക്ക് വണ്ണമുള്ള എന്നെ എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വണ്ണം വെച്ച് പുഷ്ടിപ്പെട്ട എന്നെ എനിക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പം ഇത് പോരാ, ഇങ്ങനെ ആയാൽ പോരാ എന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കും എന്നല്ലാതെ ആ ഒരു ഡ്രീമിലോട്ട് എത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പിന്നെ വണ്ണമുണ്ടോ വണ്ണം ഇല്ലേ, നിറമുണ്ടോ നിറമില്ലേ, ഉയരമുണ്ടോ ഉയരമില്ലേ, ഇതൊന്നുമല്ല. നമ്മൾ ആരോഗ്യമുണ്ടോ, ഫിറ്റാണോ അല്ലേ, ഇത് മാത്രമേ അൾട്ടിമേറ്റ്ലി അത് മാറ്റർ ചെയ്യുന്നുള്ളൂ. നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ
ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ ഉള്ളൊരു സുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റൊന്നിനെ പറ്റി നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതോ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതോ ഒന്നും ഒരു വിഷയമല്ല അല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി ബോധവടാവാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അവർ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം കൂടെയും ചേർത്താണ് പറയുന്നത്. കാരണം ഞാൻ അതിന് സമയത്തൊന്നും നമ്മളിങ്ങനെ ജീവിക്കുന്നു, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, നമ്മൾ പോകുന്നു. പക്ഷെ ഒരിക്കൽ പോലും നമ്മളുടെ ഒരു ഫിറ്റ്നസ് നമുക്കൊരു വിഷയമല്ലായിരുന്നു, ഫസ്റ്റ് പ്രയോറിറ്റി അല്ലായിരുന്നു. എനിക്കൊന്നും അങ്ങനെ അല്ലായിരുന്നു ഒരു സമയം വരെ. പക്ഷെ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ അടുത്ത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിക്കാനും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് നമ്മൾ എന്തായാലും നമ്മുടെ ആരോഗ്യം നോക്കിയേ പറ്റുള്ളൂ. സോ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ലേ, ഇനി ട്രീറ്റ്മെൻറ്റ് കറക്റ്റാണോ ചെയ്യുന്നത്, ഇനി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അപ്പം അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് ഫുൾഫിൽ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ സെൽഫ് ലവ് ഇസ് കൺസിഡറിങ് യുവർ ഓൺ ഹെൽത്ത്. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഹെൽത്ത്. അപ്പം ഫിസിക്കൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ഈ ഡിറ്റോറിയേറ്റ് ചെയ്യുന്ന പോലെ അതിങ്ങനെ നശിച്ചു പോകുന്നതൊന്നും പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് പേര് ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പേരുടെ ഉള്ളിലും കരയുന്ന മുഖം ഉണ്ട് എന്നുള്ളതും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഓരോരുത്തർക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ചില സമയത്ത് മനസ്സിലാവില്ല. ചിലരത് കാണിക്കും, ചിലത് കാണിക്കില്ല. സോ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്ക് ശരിക്കും ഒരു മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ജോബ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, എവിടെയെങ്കിലും നമ്മളെ മെൻ്റൽ ഹെൽത്തിൽ നമ്മളെ എന്താ പറയുക വീക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തെറാപ്പി വല്ലതും എടുക്കണോ? അല്ലെങ്കിൽ നമുക്ക് സമാധാനമുള്ള എന്തിനെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യണോ? അത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണോ? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് മെൻ്റൽ ഹെൽത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. സോ അതിന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. ഇനി മെൻ്റൽ ഹെൽത്തിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ബന്ധങ്ങളിലുള്ള അടുപ്പം, അകൽച്ച, ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലായാലും ഒക്കെ. ഇപ്പോൾ പല സമയത്തും ഇപ്പം ആഫ്റ്റർ ഒരു 35 ഇയേഴ്സ് നമുക്ക് കുറേ റിയലൈസേഷൻസ് വരും. ആൻഡ് ഞാനിങ്ങനെ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ച് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുവിധം എല്ലാവർക്കും ഒരേ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് നമുക്കിപ്പോൾ ആരെയും വിളിക്കണം എന്നില്ല, കാണണം എന്നില്ല, സംസാരിക്കണം എന്നില്ല, നമുക്കാരുമില്ല എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ് പലർക്കും. അപ്പം അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഓരോ ഏജിൻ്റെ ആയിരിക്കും, ഓരോ മെൻ്റൽ മൂഡ് സ്വിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സോ എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. ആൻഡ് ആക്സെപ്റ്റ് ദാറ്റ് യു ആർ അലോൺ. നമ്മൾ ജനിക്കുമ്പം ഒറ്റയ്ക്കാണ്, ഒരുമിച്ചൊന്നല്ല വരണത്. മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. സോ ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കി കിട്ടുന്നതൊക്കെ ബോണസായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ പല സമയത്തും നമുക്ക് അങ്ങനെയല്ല. ബിക്കോസ് വി പുട്ട് അവർ ഹാർട്ട് ഇൻ ടു വാട്ട് എവർ വി ഡു ഓർ ഹുഎവർ വി മേറ്റ്. സോ അത് ചില സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. നമ്മൾ പോലും അറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആരുമില്ലാതായിട്ട് മറ്റുള്ളവർ മുദ്ര കുത്തുമ്പോൾ, നമുക്കുള്ള പോസിറ്റീവ്സ് ഒന്നും കാണാതെ നമ്മുടെ നെഗറ്റീവ്സ് മാത്രം ചൂഴ്ന്നെടുത്ത് വിസ്തരിക്കപ്പെടുമ്പോൾ ഒക്കെ നമ്മളിൽ വിശ്വസിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നമ്മളത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ ചിലർ കരയും, ചിലർ കരയില്ല, ചിലർ മനസ്സിന് കട്ടിയാണ്ട് പിടിച്ചു വെക്കും, ചിലർക്ക് അതുണ്ടാവില്ല. സോ ദേ ഡു വാട്ട് എവർ ദേ ക്യാൻ. സോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്ട്രോങ് വേർഷൻ ഓഫ് നമ്മളെ കണ്ടുപിടിക്കാനുള്ളൊരു സമയമാണ് അങ്ങനത്തെ ഒരു ഹാർഡ്ഷിപ്സ് എന്ന് ആലോചിക്കണം. ബിക്കോസ് നമുക്ക് വീണ് പോവാം, വി ക്യാൻ ഫെയിൽ, ബട്ട് വി ഹാവ് ടു ഫെയിൽ ഫാസ്റ്റ്. നമ്മൾ പെട്ടെന്ന് തന്നെ വീഴുന്നു,
എഴുന്നേൽക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. സോ ദിസ് ഷുഡ് ബി അവർ മോട്ടോ. അല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ തന്നെ സ്വയം സ്നേഹിച്ചു തുടങ്ങുക, സ്വയം അംഗീകരിക്കുക, സ്വയം വിലമതിക്കുക, സ്വയം ഹെൽത്ത് നോക്കുക, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ എല്ലാ ഹെൽത്തും നോക്കുക. ആൻഡ് ഇഫ് ഓൾ ദീസ് ഹെൽത്ത് മെട്രിക്സ് ആർ ഗുഡ്, ഒബ്വിയസ്ലി ആർ going to rock, because നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ സാറ്റിസ്ഫാക്ഷൻ ലോകത്ത് മറ്റൊന്നിനും തരാൻ പറ്റില്ല. ആൻഡ് അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ആൻഡ് ഇങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പം നമ്മൾ കുറേ ഇൻഡിപെൻഡൻസ് നമ്മളറിയാതെ പോലും ഡിക്ലെയർ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. ബിക്കോസ് പ്രത്യേകിച്ചും സ്ത്രീകൾ അവർ കൂടുതലും ഡിപ്പെൻഡൻ്റ് ആവുന്ന ആൾക്കാരാണ്. ഐ മീൻ ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആവാൻ ഇഷ്ടമല്ലായിരിക്കും, ബട്ട് വി ഫീൽ സേഫ് ഇൻ ഡിപ്പെൻഡിങ് someone, and we depend someone else for our happiness, and we give our keys of happiness to someone else. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. ബിക്കോസ് someone else എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല. And someone else could change every other year or every other 2 years or maybe lost forever. സോ അവിടെയൊക്കെ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആവുക, നമ്മൾ പറ്റുന്ന നന്മകൾ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക, നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുക. ബട്ട് ഇറ്റ് വിൽ ഓൾ ഹാപ്പൻ ഗുഡ് ഓൺലി ഇഫ് യു ലവ് യുവർ സെൽഫ്. അപ്പം സ്നേഹം എന്ന് പറയുന്നതിനകത്ത് ഒരു കണ്ടീഷൻസ് ഇല്ല. അൺകണ്ടീഷണലി വെൻ യു ലവ് യുവർ സെൽഫ്, ആൻഡ് ഇറ്റ് വിൽ ബിക്കം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ദാറ്റ് യു ഗിവ് ഫോർ യുവർ സെൽഫ്. ആൻഡ് അപ്പോൾ നമ്മൾ പറയും അങ്ങനെ ഒരുപാട് കൂടുമ്പോൾ നമ്മൾ അഹം കൂടും, ഞാനെന്ന് ഭാവം കൂടും, അഹങ്കാരം കൂടും. ആൻഡ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മൾ കുറഞ്ഞാലും മറ്റുള്ളവർ വളർന്നോട്ടെ, ബട്ട് നമ്മൾ കുറയേണ്ട ആവശ്യമില്ല. ആൻഡ് വെൻ വി forgive or forget, we are not going less. നമ്മൾ ഒന്ന് മറന്നത് കൊണ്ടോ ഒന്ന് ക്ഷമിച്ചത് കൊണ്ടോ ഒന്നും നമ്മൾ കുറയുന്നില്ല. ആൻഡ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കംബാക്ക് ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് and enjoy your life to the fullest. Thank you.